പ്രധാനമന്ത്രി വിദേശ സന്ദർശനത്തിലാണ്. പ്രേക്ഷകർക്കൊക്കെ അറിയാം, വിദേശ സന്ദർശനത്തിന് പോകേണ്ടുന്നതിനാലാണ് മെസ്സിയുടെ വിമാനം വൈകിയപ്പോൾ അതിന് കാത്തു നിൽക്കാൻ പോലും പ്രധാനമന്ത്രിക്ക് കഴിയാതിരുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്യോപ്യ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചിരിക്കുന്നത്. എത്യോപ്യ പ്രധാനമന്ത്രി അബിയ അഹമ്മദ് അലി നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സഞ്ചരിച്ച വാഹനം ഓടിച്ച അബിയ അഹമ്മദ് അലിയാണ്. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം. പ്രധാനമന്ത്രിക്ക് ഏതൊരു രാഷ്ട്രത്തും ലഭിക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്നതാണ്. അത് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകരണം എന്ന നിലയിലല്ല, നമ്മളുടെ രാജ്യത്തിന് തന്നെ ലഭിക്കുന്ന അംഗീകാരവും സ്വീകരണവും ആയി വേണം നമ്മൾ അതിനെ കാണാൻ. ആ രീതിയിൽ സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഈ വിദേശ സന്ദർശന വേളയിലും ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇന്ത്യക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അത് പല വിധത്തിലും പല കരാറുകളിലും ഏർപ്പെടുന്നു. ഇതൊക്കെയും രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, ഡിജിറ്റൽ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നീ മേഖലകളിൽ പരസ്പരം സഹകരിക്കാൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി G20 ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എത്യോപ്യയുടെ പൊതുകടം പുനഃക്രമീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ 3 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. എത്യോപ്യ അവരുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ പല രാഷ്ട്രങ്ങളുടെയും പരമോന്നത ബഹുമതി സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നുകൂടി, ഒരു പുരസ്കാരം കൂടി അതിനൊപ്പം കിട്ടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പുരസ്കാരം 140 കോടി ഇന്ത്യക്കാർക്കും സമർപ്പിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എത്യോപ്യ സിംഹങ്ങളുടെ നാടെന്നാണ് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. അവിടെ നിൽക്കുമ്പോൾ തനിക്ക് തന്റെ നാടായ ഗുജറാത്തിനെ ഓർമ്മ വരുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി അവിടെ പറയുന്നു. ഗുജറാത്തും സിംഹങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഗുജറാത്തിനെ അവിടെ, തന്റെ നാടിനെ അവിടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. ജനാധിപത്യത്തിലേക്കുള്ള എത്യോപ്യയുടെ യാത്രയെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി. 1941 എത്യോപ്യയുടെ ലിബറേഷൻ മൂവ്മെന്റിൽ ഇന്ത്യയിൽ നിന്നുള്ള പോരാളികളുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യയിൽ $5 ബില്യൺ നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് എത്യോപ്യയിൽ ഏതാണ്ട് 75,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും പഴയ മാനവികത എത്യോപ്യയിലേതാണ് എന്നതാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. ചരിത്രാതീത കാലം മുതൽ ഇന്ത്യയും എത്യോപ്യയും സഹകരിച്ചിരുന്നതായും പ്രധാനമന്ത്രി അവിടെ ചൂണ്ടിക്കാട്ടി. በሁለቱ ምክር ቤቶች ጽህፈት ቤት ምልዓተ ጉባኤ መሟላቱ ተረጋግጧል። ለዛሬው ዕለቶች የጋራ ስብሰባ የሚያደርጉትን ምክክር ഇരു രാജ്യങ്ങളും പരസ്പരം പഠിക്കാനുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. 2011 ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടി മോദിയുടെ ഈ സന്ദർശനത്തിന് ഉണ്ട്. അപ്പോ ഈ എത്യോപ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനത്തിനായി ഒമാനിലേക്ക് തിരിക്കുന്നുണ്ട്. And my dear sisters and brothers of Ethiopia, it is a moment of a great privilege for me to stand before you today. It is wonderful to be here in Ethiopia, the land of lions. I feel very much at home because my home state Gujarat in India is also home to lions.
I'm honored to be here in this temple of democracy, in the heart of a nation with ancient wisdom and modern aspirations. And I come to you with deep respect for your parliament, your people, and your democratic journey. On behalf of the 1.4 billion people of India, I bring greetings of friendship. അപ്പോൾ ജോർദാൻ, എത്യോപ്യ, അതിനുശേഷം അടുത്ത സന്ദർശനത്തിനായി ഒമാനിലേക്ക് തിരിക്കുകയാണ് പ്രധാനമന്ത്രി. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സന്ദർശനത്തിൽ തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും. വാണിജ്യ കരാറുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കും എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ത്രിരാഷ്ട്ര സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. ആ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പല ഉഭയകക്ഷി കരാറുകളിലും ഏർപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി ഒമാനിലേക്കാണ്. ഒമാനിൽ പ്രതീക്ഷിക്കുന്ന ഈ വാണിജ്യ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ മുന്നോട്ട് പോക്ക് എത്രമാത്രം ഉണ്ടാകുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.